കുറേ നാളായിട്ടാണ് വറുത്തരച്ച ബീഫ് കറി കഴിക്കണമെന്നൊരാഗ്രഹം വന്നിട്ട്. അപ്പോൾ ഇന്നൊരവസരം ഇങ്ങോട്ട് വന്നു ചേർന്നെന്ന് വേണമെങ്കിൽ പറയാം. ശനിയാഴ്ചത്തേക്ക് ബോട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ വറുത്തരപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബോട്ടി വരുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് കുക്ക് ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷേ ഉച്ചയ്ക്ക് 2:30 വരെ വെയിറ്റ് ചെയ്തു, എന്നിട്ടും കിട്ടിയില്ല. അപ്പം നമ്മൾ പിന്നെ ബീഫ് മേടിച്ച് ബീഫ് അങ്ങ് സാധാ ശനിയാഴ്ച പുഴുങ്ങിയാണ് വയ്ക്കാറ്, അതേപോലെ വെച്ചു. അപ്പോൾ പിന്നെ ഈ അരപ്പ് എന്തായാലും ഉണ്ടല്ലോ, കൂടുതലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ചെടുത്ത് എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ വറുത്തരച്ച കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലവർ പറയും പുഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ താളിക്കണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ താളിച്ചായിരുന്നു കേട്ടോ. താളിച്ച് ഉള്ളിയൊക്കെ ഇട്ട് സവാളയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും, വേറെ ഒരു മസാലാസും ആഡ് ചെയ്തില്ല. എന്നിട്ട് നമ്മുടെ ഈ അരപ്പും ഇട്ടിട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ ബീഫും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രം ഉണ്ടാക്കിയ കറിയാണ്, ബാക്കി എല്ലാവർക്കും പുഴുങ്ങിയതൊക്കെയാണ് ഇവിടെ ഇഷ്ടം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത് മതിയായിരുന്നു കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും രാവിലത്തേക്ക് ബീഫ് പുഴുങ്ങിയതും പുട്ടും വേണ്ട, നമുക്ക് വറുത്തരച്ച കറിയും പുട്ടുമാക്കാന്നുള്ള പ്ലാനിൽ രാവിലെയും പിന്നെ അത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വറുത്തരച്ച കറി നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് കിട്ടാറ്, ഈ കല്യാണത്തിൻ്റെയൊക്കെ തലേന്നായിരിക്കും. തലേ ദിവസം മിക്ക വീടുകളിൽ ഇതും കുറച്ച് ക്യാബേജും കുറച്ച് അച്ചാറും കുറച്ച് തക്കാളിച്ചാറോ അല്ലെങ്കിൽ കുറച്ച് മോരുചാറോ ഒക്കെ കൂട്ടി കഴിച്ചാൽ സ്വർഗ്ഗമാണ് ഗൈസ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതൊന്നും ഉണ്ടായില്ല, ഞാൻ ഉള്ളത് വെച്ച് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ.